ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ്സാണ്. ഓക്കെ, എന്റെ മക്കളെ എല്ലാവരും നിങ്ങളുടെ പുതിയ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിനും അതുപോലെ മെയിൻ എക്സാമിനും ഒക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് പാർട്ട് നമ്പേഴ്സ് അല്ലെ, ഭാഗങ്ങളുടെ സംഖ്യകൾ എന്നുള്ള ചാപ്റ്റർ. അപ്പൊ അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഒരു ഏത് പിക്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിനെ നമ്മൾ എന്താണ് ഈക്വൽ ആയിട്ടുള്ള പീസുകളാക്കി മാറ്റിയാൽ അതിനെങ്ങനെ ഫ്രാക്ഷണൽ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ആ ഒരു കൂട്ടത്തിൽ നമ്മൾ പഠിച്ചൊരു കാര്യമായിരുന്നു ഈ ഒരു പിക്ചറും. ഓർമ്മയുണ്ടോ? നമ്മൾ ഇതില് ഒരു സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്തു, ഈക്വൽ ആയിട്ടുള്ള 3 പീസുകളാക്കി മാറ്റി അല്ലേടാ, 3 പീസുകളാക്കി മാറ്റി. അതിൽ ഒരെണ്ണത്തിനെ നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഈക്വൽ ആയിട്ടുള്ള 3 എണ്ണത്തിൽ ഒരെണ്ണം എങ്ങനെ എഴുതാ നമ്മള് 1/3 എന്നായിരുന്നു എഴുതിയത് ഇല്ലേടാ. 3 പീസിൽ ഒരാളെ നമ്മള് 1/3 എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മക്കൾക്ക് അറിയാം ഇല്ലേ, അതിൽ ഓരോ പീസും 1/3 ആ. ഇനി ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഈ 2 പീസ് മാത്രം ഞാൻ തുന്നി കെട്ടിട്ടോ, ഈ 2 പീസ് മാത്രം ഞാൻ ജോയിൻ ചെയ്ത് കളഞ്ഞു. നോക്കിക്കേടാ, ഈ 2 പീസുകൾ മാത്രം ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, ഈ 2 പീസിന്റെയും ആകെ ആയിട്ടുള്ള പാർട്ട് എത്രയായിരിക്കും വരിക? നമുക്കറിയാം ഓരോ പീസും 1/3 ആ. അതിൽ ഞാൻ 2 എണ്ണം ഒരുമിച്ചെടുത്ത് കഴിച്ചു എന്ന് വിചാരിച്ചു. നിങ്ങൾ വല്ല കേക്ക് എങ്ങാനാണെങ്കിൽ അല്ലെ. അപ്പൊ 2 എണ്ണം ഒരുമിച്ചെടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1/3യും 1/3യും കൂടെ ആഡ് ചെയ്യണം, കൂട്ടണം അല്ലെ. അപ്പൊ എന്ത് വരും? 1/3 + 1/3 എന്ന് വരും. എന്ന് പറഞ്ഞാൽ എത്രയാ? 2/3. ഒന്നുമില്ലേടാ, 1/3യുടെ 2 എണ്ണം എന്ന് പറഞ്ഞാൽ 2/3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് 2 കളറിലെ ഒരു ഗ്രീൻ കളറുള്ള രീതിയിലാണ് എന്ത് കാണുന്നത്, ഒരു നേരെ റെക്റ്റാങ്കിൾ പീസിനെ ഈക്വലി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര പീസുകളാക്കി ഡിവൈഡ് ചെയ്തു? 1 2 3 4 5 6 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ മക്കളെ നോക്കിയാൽ കാണാം അല്ലെ, 6 ഈക്വൽ പാർട്സിൽ ഓരോ പാർട്ടും എത്രയായിരിക്കും? 1/6 1/6 1/6 1/6 1/6 1/6. ശരിയല്ലേ? പക്ഷെ എന്റെ ചോദ്യം ഡാർക്ക് ഗ്രീൻ കളർ പോർഷൻ മാത്രം എത്രയായിരിക്കും എന്നാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 1/6 1/6 1/6 3 എണ്ണം കൂടെ ഒരുമിച്ചെടുക്കണം. വേണ്ടടാ, അപ്പൊ ഈ 3 എണ്ണം ഒരുമിച്ചെടുത്താൽ എന്താ വരും? 1/6ഉം 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 ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ എത്ര തവണ നമ്മൾ ആഡ് ചെയ്തു? 3 ടൈംസ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? 3/6 എന്ന് വരും. 3/6. അതുപോലെ തന്നെയല്ലേടാ ഈ പോർഷനും എത്ര വരും? 3/6 എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ശരിയല്ലേ? അതേപോലെ നമുക്കിപ്പോ ഒരു റെക്ടാങ്കിൾ പോർഷൻ കിട്ടിയ പോലെ നേരത്തെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സർക്കിളിനെ 3 പീസാക്കിയ പോലെ ഇവിടെ ഞാൻ 4 പീസാക്കി. ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ 4 പീസ് ആക്കുകയാണെങ്കിൽ അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 4 ഈക്വൽ പാർട്സില് ഒരാള്. 4 ഈക്വൽ പാർട്സിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ 1/4. അപ്പൊ ഓരോ പീസും എത്രയാടാ? 1/4 1/4. ശരിയല്ലേ? ഇനി നോക്കണേ, നിങ്ങൾ ഈ ഒരു പിക്ചർ ഞാൻ നേരെ അപ്പുറത്തേക്കുള്ള പിക്ചറിലേക്ക് പോയില്ലേ. ആ പിക്ചർ നോക്കിക്കേ, ഇതില് കളർ ചെയ്ത പോർഷൻ മാത്രം എത്രയാണ് എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതും? നോക്കണമേ, ഇതിൽ കളർ ചെയ്ത പോർഷൻ മാത്രമാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേ. കളർ ചെയ്തത് 4 ഈക്വൽ പാർട്സ് ഉണ്ടെങ്കിലും അതിൽ 3 എണ്ണം മാത്രമേ കളർ ചെയ്തിട്ടുള്ളൂ ഇല്ലേടാ. അതിൽ നോക്കിക്കേ, 1/4 1/4 1/4 ഉള്ള 3 പീസേ കളർ ചെയ്തുള്ളൂ. അപ്പൊ അത് ടോട്ടൽ ആയിട്ട് എത്ര ഉണ്ടായിരിക്കും? ടോട്ടൽ ആയിട്ട് 3/4 പീസ് ഉണ്ടായിരിക്കും. നമ്മൾ 1/4 ഭാഗം എന്നൊക്കെ പറയും, 3/4 എന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കാര്യമാണ്. ഈ ഒരു കളർ ചെയ്ത പോർഷൻ എത്ര എന്നുള്ളത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനുണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്റെ മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ ബോർഡിൽ കാണുന്ന ഈ ഒരു പിക്ചർ നല്ലപോലെ ശ്രദ്ധിക്കുക. അവിടെ 3 പിക്ചേഴ്സിലെ ഇവിടെ നോക്കിക്കടാ, ഒരു സർക്കിളിനെ എത്ര പീസാക്കി ഞാൻ? 1 2 3 4 5 6 7 8 പീസാക്കിയതിൽ 2 എണ്ണമാണ് കളർ ചെയ്തത്. അപ്പൊ കളർ ചെയ്ത പോർഷൻ എന്താണെന്ന് ചോദിച്ചാലോ, ഇവിടെ 8 പീസാക്കി കഴിഞ്ഞാൽ ഇത് 1/8 ആണ്, ഇതും 1/8 ആണ് അല്ലെ. കളർ ചെയ്ത പോർഷൻ മാത്രം എത്രയാന്ന് ചോദിച്ചാൽ എന്റെ കുട്ടിക്ക് എങ്ങനെ എഴുതാം? 8 എണ്ണത്തിൽ 2 എണ്ണം എന്ന് പറഞ്ഞാല് എന്ത് വരും? 1/8ഉം 1/8ഉം കൂടെ കൂട്ടിയാല് 2/8 ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ശരിയല്ലേ? ഇനി അടുത്ത പോർഷൻ നോക്കിക്കേ നിങ്ങൾ. 1 2 3 4 5 6 7 8 പീസ് തന്നെയാണ്. ആ 8 പീസിൽ ഓരോന്നും എന്താ? 1/8 1/8 1/8 1/8 4 തവണ കൂട്ടണം.
ഇല്ലേ? ആ 8 എണ്ണത്തിൽ 4 എണ്ണം കളർ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണെടാ? 4/8 ആണ്. 4/8 ഒന്നുകൂടെ ചെറുതാക്കിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്നും എഴുതാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു പിക്ചർ കൂടെ ഇവിടെ ഉണ്ട് അല്ലെ. അതിന്റെ ആൻസർ എനിക്ക് വേണ്ടത് ഇവിടെയല്ല, കമന്റ് ബോക്സിലാണ്. അപ്പൊ ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്തായാലും അതിനുള്ള ആൻസർ കമന്റ് ബോക്സിൽ പറയുന്ന മിസ്സിന് അറിയാം. അപ്പൊ ആരാണ് ആദ്യം ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ പറയാം, നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ എന്റെ കുട്ടികൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു പാർട്ട് നമ്പർ മാത്രമല്ല, എവിടെ നിന്നാണോ നിങ്ങൾക്ക് സംശയം എന്നുള്ളത് കൂടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ സംശയത്തിന്റെ ആൻസറുമായിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.